ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സണെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ആക്രമിച്ചതായി പരാതി. രാവിലെയോടെയാണ് സംഭവം. ആറ്റിങ്ങലിലെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നും അധ്യാപകന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനി മാതാവിനോടും നഗരസഭാ കൗൺസിലർ ശ്രീജിത്തിനുമൊപ്പം ചികിത്സയ്ക്ക് ആശുപത്രിയിൽ രാവിലെയോടെ എത്തിയിരുന്നു. OP ടിക്കറ്റുമായി പരിശോധനാ മുറിയിലെത്തിയ കൗൺസിലർ അടക്കമുള്ളവരോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയതായാണ് പരാതി. ഒരു കാര്യമെന്ന് ഒരു മേഡം ഞാൻ പറയട്ടെ, ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ഇവൻ ഫസ്റ്റ് കൈയെല്ലാം നോക്കുന്നത്, ആ മുഖത്ത് നോക്കി ചോദിക്കണം നിനക്ക് ക്യാഷ് ഉണ്ടാകും, പിന്നെ ക്യാഷ് കൊടുക്കണമെന്ന് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആ കൊച്ചിന്റെ കൈ പിടിച്ച് അവൻ നോക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എന്നിട്ടുണ്ടോ അല്പ വിവരമുള്ള ചോദിക്കില്ലല്ലോ. പോലീസ് ഒരു കുട്ടിയോട് ചോദിക്കണമെങ്കിൽ എന്റെ വീട്ടിൽ പോയി അല്ലെ രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ചോദിക്കാനുള്ളത്. ഒരു കുട്ടിയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്താൻ പാടില്ല. അറിയാം, നിനക്ക് ഇതിന് വരാൻ നിയമം അറിയാടേ. അങ്ങനെ തന്നെ ആദ്യം ചോദിച്ചു. അപ്പൊ നീ എന്നെ എടാന്ന് വിളിക്കുമ്പോ പിന്നെ ഞാൻ നിന്നെ അച്ഛന്ന് വിളിക്കോളാം. തുടർന്ന് കൗൺസിലർ വിവരമറിയിച്ചതോടെ സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ M. പ്രദീപിനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തള്ളി മാറ്റുകയും ശ്രീജിത്ത് കൗൺസിലറുടെ മൊബൈൽ ഫോൺ തട്ടി എറിയുകയുമാണ് ഉണ്ടായത്. എല്ലാരും പിന്നെ മേഡം കൈയേറ്റം ചെയ്തിരിക്കുകയാണ് ചെയർമാൻ. നീ പിന്നെ ആരാ ഗ്യാസ് എന്താണ് ഇത്രയും തലയ്ക്ക് സുഖമില്ല, ഇനി പൂളാൻ പോയപ്പോ നിന്നെ ആരാ ഡോക്ടറാക്കിയത്? നീ എന്റെ കയ്യിലാണ് നീ അടിച്ചത്. നിങ്ങളുടെ കയ്യിലാണ് നീ അടിച്ചു. എന്റെ കയ്യിൽ നീ എന്റെ കയ്യിൽ അടിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയോട് കേസ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടെന്ന കുഞ്ഞിനോട് ചോദിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ടോ? അതേ രക്ഷകർത്താവിനോട് ചോദിക്കണോ? താങ്കൾക്ക് അവകാശമുണ്ടോ? ഇദ്ദേഹം ചെയ്യുന്നൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് കേസുണ്ടോ? ഞാൻ ചോദിക്കാൻ കേട്ടോ. പിന്നെ പാരന്റ് ചോദിച്ചൊന്നുമില്ല. പ്രശ്നമുണ്ടായാൽ രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിൽ വീട്ടിൽ വെച്ച കൊച്ചിന്റെ മൊഴിയെടുക്കാവൂ. അറിയാമോ? ഇയാൾ കേസുണ്ടോ? ഇയാളാണോ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്? പല ദിവസമായി ഞാൻ സൂപ്പറിനെ പല ദിവസവും ഞാൻ കണ്ട് പറഞ്ഞിട്ടുണ്ട്, അയാളെ നിലക്കിരുത്തണം, അയാൾക്ക് നിലക്കിരുത്തണമെന്ന്. ഈ ആശുപത്രി ഇങ്ങനെ ഒരു ആശുപത്രി അല്ലേ? ഇപ്പൊ കുറെ കാലമായി പ്രശ്നമാണ്. നീ പല തവണയായി ഇത്. നിനക്ക് ആരവകാശം നിന്ന് കൊച്ചു കുട്ടിയോട് കേസുണ്ടാന്ന് ചോദിക്കുക? നീ നിനക്ക് ആരവകാശം തന്നു കൊച്ചു കുട്ടിയോട് കേസുണ്ടോന്ന് ചോദിക്കാൻ? അല്ല, ഇയാളെ കാര്യമൊന്നുമല്ല. ഇയാൾ എന്റെ രക്ഷകർത്താവിനോട് ചോദിക്കണം. കൊച്ചുകുട്ടിയുടെ കേസ് ചോദിക്കാനില്ല. നീ കുട്ടിയോടാണ് ചോദിച്ചത്. നീ കുട്ടിയോട് ചോദിക്കണം. നീ ആര്? പോലീസ് ചോദിക്കില്ലല്ലോ. പോലീസ് പോലും രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിലാണ് അങ്ങനെ ചെയ്യാവോ? കുട്ടിയോട് നിനക്ക് അസുഖത്തെ കുറിച്ച് ചോദിക്കാം. അതിന് കേസുണ്ടോ, അത് വേണോ, ഇത് വേണോ ചോദിക്കേണ്ട അവസ്ഥ ഒന്നും എനിക്കില്ല. അത് തന്നെ പ്രശ്നം ഇവിടെ. നീ ഫോൺ എന്റെ മുമ്പത്തിനെ കാണിച്ചോണ്ടല്ലോ. നീ ഇവിടുന്ന് വെളിയിറങ്ങില്ല. നിനക്ക് ആള് മാറിപ്പോയി. നിന്നെ വെളിയെന്ന് പറഞ്ഞാൽ നിന്നെ പ്രസില്ലാത്തിന്റെ വീട് എടുക്കും. നീ ഒരു ചുക്കും ചെയ്യില്ല. നിനക്കറിയാം ഞങ്ങളൊക്കെ. ആ ചെയ്യും. ചിലപ്പോ കാണിക്കും. നിനക്കെ കാണിക്കോ? നിനക്കെ ഗുണ്ടായിസം കാണിക്കോ? ആ കാണിക്കും. വേണ്ട നിന്റെയൊക്കെ പോലെ ഗുണ്ടായിസം നടക്കും. നിന്നൊക്കെ പോലെ ഇവിടെ എത്ര ഡോക്ടർമാരുണ്ട്? ഒരു ഡോക്ടർമാരെ കുറിച്ച് പരാതിയില്ലല്ലോ. ആ ഉള്ളൂ. ആ നീ എന്താ വെറുതെ കൈകാര്യം ചെയ്തുകൂടെ? ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവർക്കും അറിയാം. നിന്നെ വെളിയിലാക്കാനാണ് ഡിഎംഒ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി.
എഴുതണം. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നു. ഒരു കൊച്ചിന് ഒരു സംഭവം ഉണ്ടായാൽ ആ കൊച്ചിനോടല്ല വിശദാംശങ്ങൾ ചികിത്സാ സംബന്ധമായി ചോദിക്കാം. അത് രക്ഷകർത്താവിന്റെ സാഹിത്യത്തിൽ കേസ് വേണോ? രക്ഷകർത്താവ് ഉണ്ടായിരുന്നു, രക്ഷകർത്താവിന് ചോദിക്കണം. കൊച്ചിനോടാ ചോദിച്ചത്, കേസ് ചോദിക്കുന്നത് അങ്ങനെയല്ലേ? ഒരു കൊച്ചിനൊരു പ്രശ്നം ഉണ്ടായാൽ, ക്രിമിനൽ പശ്ചാത്തല പ്രശ്നം ഉണ്ടായാൽ ആ കൊച്ചിന്റെ വീട്ടിൽ പോയി മൊഴിയെടുക്കണമെന്നാണ് രക്ഷകർത്താവിന്റെ. ഇതല്ല പ്രശ്നം. ഇവിടെ ഒരുപാട് പ്രശ്നമായിരുന്നേ. മുമ്പൊരിക്കൽ പെരുന്നാൾ തലേ ദിവസം ഒരു അച്ഛനും തുടർ നടപടികളുമായി DMOയുടെ അടുക്കലും പരാതി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദിക്കുന്നതിനെന്ന് ചോദിച്ചു. കൊച്ചിനെ രക്ഷാർത്താനോട് ചോദിച്ചാൽ പോരെ. അപ്പോൾ ശ്രീത്തും ഇയാളുമായിട്ട് പ്രശ്നമായി, അവിടെ വേളമായി. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ സംബന്ധിച്ചാണ് എന്നെ വിളിച്ച്. ഞാനപ്പോൾ വേറെ സ്ഥലത്ത് നിൽക്കാൻ ഞാൻ അവിടെ എത്തി. ഇതിപ്പോൾ അയാൾ എന്നോടും ധിക്കാരപരമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ഈ സംസാരത്തിനിടയിൽ ശ്രീജിത്ത് ഇയാളെ മൊബൈലിൽ എടുത്തു, ഇയാളെ സംസാരം. അപ്പോൾ ഇയാൾ ഫോൺ തട്ടിയങ്ങ് എറിഞ്ഞു, ഫോൺ ദൂരേക്ക് തട്ടി എറിഞ്ഞു. അപ്പോൾ രണ്ടാമത് പിന്നെ ഇവർ തമ്മിൽ ടക്കഫറാവുന്നൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ട് ഞാൻ തടഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരോട്ട് നിൽക്കുന്നു. അപ്പോൾ അയാൾ എൻ്റെ ഇടത്തെ കൈയിൽ ഒരു അടി അങ്ങ് അടിച്ചു. ഇതാണ് നടന്ന സംഭവം. ഒന്ന്, കുട്ടികളോട് കേസിനെയും പോലീസിനെയും സംബന്ധിച്ച് ചോദിക്കാൻ പാടില്ലാത്തതാണ്. അത് ആർക്കും അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇയാൾ അതും ഒക്കെ ചോദിച്ചതാണ് പ്രശ്നമായത്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ പ്രതിയെ കൊണ്ട് ചെന്ന പോലീസുകാരനോട് അവിടേക്ക് അന്നും അയാളുടെ ഫോണോ മറ്റോ വലിച്ചെറിയ അയാളോട് പിടിക്കുകയൊക്കെ ചെയ്ത പ്രശ്നമുണ്ടായി. പിന്നെ ആരൊക്കെ ഇടപെട്ടെന്ന് തീർപ്പാക്കുകയാണ്. ഇത് ഒന്നും രണ്ടും അല്ല. നിരന്തരം ആശുപത്രിക്ക് തലവേദനയായിട്ട് ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള പ്രശ്നം വേറെ ഡോക്ടർമാരൊന്നും ഒരു പ്രശ്നവുമില്ല. പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് സമർപ്പിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രീത സോമൻ പറഞ്ഞു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.